ഗൈസ്, സമയം രാവിലെ 6:45 കേട്ടോ. അപ്പം ഇന്ന് രാവിലെ നമ്മൾ ലോങ് റൈഡൊന്നും അല്ല, എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ചടയമംഗലം. എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഒരു 7-8 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ ആ ചടയമംഗലം പാറയിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെയ്ക്ക് അതിൻ്റെ മുകളിൽ ഞാൻ കയറിയിട്ടില്ല, ഇന്നും കയറുന്നില്ല. പക്ഷേ ഒന്ന് ചടയമംഗലം പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞാണ്. പക്ഷേ ഈ ചടയമംഗലത്ത് വേറൊരു സംഭവമുണ്ട്. നമുക്ക് ട്രാക്കൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ട്രാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു തവണ അവിടെ പോയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അഡ്വഞ്ചറിൽ ജസ്റ്റ് ഒന്ന് ഒരു റൗണ്ട് അടിച്ചതേ ഉള്ളൂ കേട്ടോ. അതെനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. പയ്യാണ് ഒരു ലാപ്പൊക്കെ ചുമ്മാ ഓടിച്ചും ഇറങ്ങിയതേ ഉള്ളൂ. അപ്പം ഇന്ന് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എടുത്തുകൊണ്ട് നേരെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. വേറൊരു ഫ്രണ്ട് ക്യാമറയിൽ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചതാണ്. അതുകൊണ്ട് എനിക്ക് ഞാൻ വ്ളോഗ് തന്നെ എടുക്കണമെന്ന് ഞാൻ ഇങ്ങനെ പ്ലാനില്ലായിരുന്നു കേട്ടോ. അപ്പം അവനെ വെയിറ്റ് ചെയ്ത് ഇവിടെ ഞാൻ നിന്നപ്പോൾ കുറച്ച് പോസ്റ്റായി. അങ്ങനെ ആലോചിച്ചതാണ് ഇത് കണ്ടൻറ്റ് ആക്കാമെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ അവിടുത്തെ ചടയമംഗലം ട്രാക്കിൽ പോയിട്ട് നമ്മൾ അവിടെ കുറച്ച് അക്രമം കാണിക്കും. കഴിഞ്ഞോടെ പോയതിനെക്കാട്ടി കുറച്ചും കൂടെ സെറ്റപ്പൊക്കെ ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇതേപോലെ ഡെയിലി ഇതേപോലെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഡെയിലി അങ്ങോട്ട് പോകാനുള്ള പ്ലാനും ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ് കുറച്ച് പോസ്റ്റായി നിന്നു പറഞ്ഞില്ലേ. അപ്പം ആ ഫ്രണ്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അതാ വരുന്നു ഫുൾ ക്യാമറക്കും കാര്യങ്ങളൊക്കെ ഇവരാണ് നിഷി. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ, അപ്പോൾ വണ്ടി എടുത്ത് ഇനിയിപ്പോൾ നേരെ നമ്മൾ ചടയമംഗലത്തിട്ട് പോകാൻ കേട്ടോ. ഫുൾ റൈഡിങ് ഗിയേഴ്സും ഉണ്ട്, ഗ്ലൗസ് ഒഴിച്ച്. എൻ്റെ ഗ്ലൗസ് മിസ്സിങ് ആണ് ഗൈസ്. നല്ലൊരു ഗ്ലൗസ് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ചടയമംഗലം എത്തിയിട്ടുണ്ട്. നമ്മളെ പുൽച്ചാടിയുടെ വീട് ഇതാണ് കേട്ടോ. അപ്പം അവനെ കൂടെ എടുത്തുകൊണ്ട് വേണം അങ്ങോട്ട് പോകാൻ. എവിടെ ചെറുക്ക് എഴുതിയിട്ടില്ലേ. ഓക്കെ, അപ്പോൾ അവനെ വിളിക്കാൻ വേണ്ടി വന്ന് പിന്നെ ചായയൊക്കെ കുടിച്ച് കുറച്ച് ലേറ്റായി. അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ എന്താ കാണാനായിട്ട് പറ്റും, എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു ട്രാക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ഇതിപ്പോൾ ഷോർട്ട് കട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഓ, ഇത് ഫുള്ളിപ്പോൾ ഉണ്ടല്ലേ. ഓ, നേരത്തെ ഇത് ആ കാണുന്ന സൈസ് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഈ കാണുന്നതെല്ലാം നമ്മൾ ഇതുവഴി ഇറങ്ങാൻ പറ്റൂടാ. ഷേറ്റാ പോരെ, ഏതുവഴി ഇറങ്ങാം? ഇറങ്ങിക്കോ. അപ്പോൾ സെറ്റ്. എല്ലാവരും ആഗ്രഹിക്കുന്നൊരു സ്ഥലമാണല്ലേ ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതേപോലത്തെ ഒരു ലൊക്കേഷൻ എല്ലാവരും ആഗ്രഹിക്കുന്നതല്ലേ. ഏതാവോ, ഞാൻ ഇവിടെ ഓപ്പണായിട്ട് ഞാൻ ഇപ്പോഴാണ് ഇങ്ങോട്ട് വരുത്താം. ഞാൻ അപ്പുറത്ത് വന്ന് ചുമ്മാ കളിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അടിപൊളി. ഇതിൻ്റെ കൂടെയൊക്കെ നമുക്കിങ്ങനെ ജെറ്റിട്ട് പോവാം. സീൻ. ആരെയും പേടിക്കേണ്ട, എന്ത് വേണോ കാണിക്കാം, ആരും ഒന്നും പറയാനുമില്ല കേട്ടോ. അടുത്ത വീടൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഇത് ലൈസൻസ്ഡ് പ്രോപ്പർട്ടിയാണ്. അതാ എനിക്കറിയാം എല്ലാവരും ഇത് കണ്ട് കൊതിച്ച് നിൽക്കണത്. നമ്മളൊരു ഓഫ് റോഡ് ചിലപ്പോൾ റേസിംഗ് ഒക്കെ കാണാൻ പോകില്ലേ, ആ സമയത്തൊക്കെ ഞാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇതേപോലത്തെ ഉള്ള ട്രാക്കിലൊക്കെ ഇതേപോലെ വണ്ടി ഓടിക്കാനെന്നുള്ളത് കേട്ടോ. ഇതിപ്പോൾ അതിപ്പോൾ സ്വന്തം നാട്ടിൽ ആവുമെന്ന് ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചില്ല. സെറ്റ്. പോളി ഒരു രക്ഷയില്ല. ഇവിടെ കണ്ടുവാ
എന്നാ കയറി എന്നെ അവിടെ ഇറങ്ങ് ബാക്കി അവിടെ നിന്ന് ഇറങ്ങാം. നമ്മൾ ഈ ഫ്രണ്ടിൽ നിന്ന് പോണേ ഈ ട്രാക്കിൻ്റെ ഓണർ കേട്ടോ. നമ്മൾ രണ്ടും കൂടെ ജസ്റ്റ് അടിക്കാമെന്ന് വിചാരിച്ച്. നമ്മൾ 2-3 ലാപ്പൊക്കെ അടിച്ച് ഡെഡായി. അടുത്ത നമ്മൾ ഈര ട്രാക്ക്, 2 ട്രാക്കുണ്ട്. ഇത് ഫുള്ള് ജമ്പും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഒരു ട്രാക്കാണ് കേട്ടോ. അവിടെ പൂർണ്ണമായിട്ട് വർക്ക് കഴിഞ്ഞിട്ടില്ല. അവിടെ ഇതേപോലത്തെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ജമ്പിൻ്റെ സംഭവം, ഇടയ്ക്കിടയ്ക്ക് ഇതേപോലത്തെ ജമ്പൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കുറച്ചും കൂടെ ടഫാണ്. 2-3 ജമ്പുണ്ട് കേട്ടോ ഇവിടെ. അടുത്ത് ഇങ്ങോട്ടാണ് പോകണം. ഇത് വെള്ളം കുടിക്കട്ടെ. ഇങ്ങനെ അവിടേക്ക് പോയാൽ ജമ്പ് കിട്ടും. ഇവിടെ ഒരു ജമ്പുണ്ട്, അവിടെ ജമ്പുണ്ട്. ഇവിടുത്തെ നല്ല ജമ്പ് അല്ലേ ഇവര്? ഇതല്ലേ നല്ല ജമ്പ് ആണോ? ക്രോസ് ചെയ്തോ? ഓ പോവാം. ഇതാണോ? എങ്ങനെ സ്ട്രൈറ്റ് സമയത്താണോ അല്ലേ? ഇപ്പം ലെഫ്റ്റ് ടേൺ ആണെങ്കിൽ ഇങ്ങനെ റൈറ്റ് ആകുമ്പോൾ തിരിച്ചോ? ആ ഓക്കെ ഓക്കെ ഓക്കെ. ഏത് ഓഫാ ഓഫാ. പക്ഷേ ഇത് പിടിക്കുന്നു ഇടയ്ക്ക്. താലിയായിട്ടേക്കണോ? സെറ്റായി സെറ്റായി. ആ അല്ല എനിക്കിപ്പം ആരും പേടി പോയി. അതാ ഫസ്റ്റ് ഞാൻ കയറിയപ്പോൾ ഞാൻ എന്താ ഉണ്ട് അപ്പുറത്ത് കൊക്കയോ എന്താ അറിയാൻ വയ്യ. നൈസ്. അവിടെ പോയിട്ട് മറ്റേ
കോർണർ ഉണ്ടല്ലോ, അതിന്റെ ഇന്നും എടുക്കാം ഔട്ടും എടുക്കാം. മറ്റേ ഔട്ട് എടുക്കുമ്പോൾ കുറച്ച് സമയം പോകും. ഓക്കെ ഓക്കെ. അപ്പോൾ ഇന്ന് എടുക്കുന്നതായിരിക്കും നേരെ പോയിട്ട് ബ്രേക്ക് സ്ലൈഡ് ചെയ്ത് ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് കറങ്ങി എടുക്കാം അല്ലേ? ഇവിടെ തന്നെ പ്രാക്ടീസ് ചെയ്താൽ മതി ബ്രോ. ഇവിടെ സ്പീഡ് വന്ന് ഓക്കെ ഓക്കെ. നമ്മൾ ഒരുവിധം കളിച്ച് ടയർഡായി കേട്ടോ, എല്ലാം സെറ്റായി. വീഡിയോ ഒക്കെ അടിപൊളിയായിട്ട് കിട്ടിയില്ലേ? അപ്പം ബ്രോയാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ ചേട്ടനാണ് കേട്ടോ, നമ്മൾ അങ്ങനെ പരിചയമാണ്. വീഡിയോ ഒക്കെ എടുക്കുന്ന വെച്ചാൽ ബ്രോ ഇത് ഇതായിരുന്നു ഇൻസ്റ്റാ പ്രൊഫൈൽ, എന്തായത് നാഷ് വിഷ്വൽസ് എന്നാണ് ഇൻസ്റ്റാ പ്രൊഫൈല്. അപ്പം അതിൽ കയറിയാലും എൻ്റെ കയറിയാലും നമ്മൾ ഈ ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇപ്പം ഈ വെട്ടാവളി എന്തിന് വന്നതെന്ന് എനിക്കറിയാൻ വയ്യ, ചുമ്മാ ഇരുന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഇവരാണ് ഫോഴ്സ് ചെയ്ത് ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയത് കേട്ടോ. അപ്പം അതുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടി എനിക്ക്. ഹെൽമെറ്റ് ഹെൽമെറ്റ് ഹെൽമെറ്റ്. അപ്പം ഇതാണ് ഇവിടുത്തെ ഓണർ. ബ്രോ പേര്? നീരജ്. ഓക്കെ. എത്ര ദിവസം കൊണ്ട് ഇത് സെറ്റ് ചെയ്തു ബ്രോ? ഇത് 2022 സ്റ്റാർട്ട് അന്നുള്ള പ്ലാൻ ആയിരുന്നു അല്ലേ? അന്നുള്ള പ്ലാൻ ആയിരുന്നു. പിന്നെ ഒരുപാട് പ്രശ്നങ്ങളും ഇതൊക്കെ എങ്ങനെ ബ്രോയുടെ ഡ്രീം കണക്കായിരുന്നു? കാരണം കൊച്ചിലോട്ടെ എൻ്റെ ഒരു ആ സമയത്തൊരു 55cc ചെറിയ ഇതുണ്ടായിരുന്നു. അപ്പം ഞാനും അങ്ങനെ സ്റ്റാർട്ട് ചെയ്തേ. എന്നിട്ട് പിന്നെ ഒരു പാഷൻ ആ ഒരു ഇതുകൊണ്ട് ഇറങ്ങിയതാ. അതിപ്പോ എല്ലാവർക്കും നമ്മൾ ഇതേപോലെ ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയി അല്ലേ? യൂസ്ഫുൾ ആയി ബ്രോ. ഇങ്ങനത്തെ ഒരു ഇത് കേരളത്തില് വെച്ചാൽ ഇങ്ങനത്തെ ഒരു കളിട്ടിപ്പം ആയി വരുന്നേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ ഈ സൂപ്പർ ക്രോസ് ഒക്കെ നടന്നില്ലേ, ബാൻഡ് ഡോസ് അവർ ചെയ്തത്, അത് തന്നെ വലിയ കാര്യമാണ്. അപ്പൊ അങ്ങനെ ഇവിടെയും ആ ഒരു കളിട്ട് കൊണ്ടുവന്ന് എല്ലാരും കൊച്ചി, തൃശ്ശൂർ അങ്ങോട്ടൊക്കെ പോകുന്നിട്ട് നമ്മുടെ ട്രിവാൻഡ്രം, കൊല്ലം ഏരിയയില് ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊരു വലിയ സ്പോർട്സ് ആയിട്ട് ഇവിടെ ഉണ്ട് ഇതേപോലത്തെ ആൾക്കാരല്ലേ? യെസ്. അപ്പം അങ്ങനെ നമുക്കൊരു എന്താണ്, നമുക്ക് അഭിമാനിക്കാൻ പറ്റിയ ഒരു സ്പോട്ടായിട്ടുണ്ട് ഇത്. ഇനിയിപ്പോൾ കൊച്ചിയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് ആൾക്കാർ വരും അല്ലേ? അതെ. എന്നാണ് റിഫണ്ട് ട്രയൽസ് ഒക്കെ ഇവിടെ നടക്കുന്നില്ലേ? എന്നാണ് ഡേറ്റ്? പ്രോഗ്രാംസ് വെക്കുന്നുണ്ട്, നമ്മളും റേസ് ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അവര്. ഡേറ്റ് പറഞ്ഞിട്ടില്ല, ഉടനെ ഉണ്ടാവും. ഓക്കെ. അപ്പം ഒരുപാട് ഇവന്റ് അപ്പോൾ ഇനി ഇവിടെ വെച്ച് നടക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് കൊച്ചിയിലുള്ള ആൾക്കാരെല്ലാം ഇവിടെ വന്നിട്ടായിരിക്കും ആക്രമണം കളിക്കാനായിട്ട് പോകണം. അത് നമുക്ക് അഭിമാനിക്കാൻ പറ്റിയ ഒരു സംഭവമായിപ്പോയി. ഈ ഒരു കമ്മ്യൂണിറ്റി നിൽക്കുന്ന എല്ലാവർക്കും അതൊരു ഭയങ്കര സന്തോഷമുള്ള വാർത്തയാണ് കേട്ടോ. ഓക്കെ, നമുക്കിപ്പം വീണ്ടും നമുക്ക് ട്രയൽസ് തുടങ്ങാം. വെയിലൊക്കെ വന്നു തുടങ്ങി. എന്തായാലും ചുമ്മാ പോയി ട്രയൽസ് അല്ല, ഈ ട്രാക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ. അത് പുൽച്ചാടിയുടെ കുറച്ച് അക്രമങ്ങളാണ്. അപ്പോൾ നമ്മുടെ ട്രാക്കിലെ എക്സ്പീരിയൻസ് ഫുള്ള് കഴിഞ്ഞ് ടയർഡായിട്ട് നല്ല രീതിക്ക് ക്ഷീണമായിട്ട് കുളിച്ചാടി അടുത്തൊരു ലൊക്കേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പഴങ്കഞ്ഞി കടലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അത് രാവിലെ ഉഷാറായിട്ടൊന്ന് പഴങ്കഞ്ഞി കഴിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, കഴിക്കട്ടെ. ആദ്യം ഇതാണ് നമ്മുടെ പഴങ്കഞ്ഞി കട. പഴങ്കഞ്ഞി എത്തിയിട്ടുണ്ട് കേട്ടോ. മീൻ കറിയാണ്. കഴിച്ചോ? ഒരു തൊട്ടി നിറച്ച് മീൻകറി കേട്ടോ. ഇത് മാത്രമല്ല, അതാ നല്ല ഇതെന്ത് ഉണ്ടമുളകോ? ഉണ്ടമുളക്, സവാള, പൊരിച്ച മീൻ, ഇത് എന്താ പുളിഞ്ചിക്ക അച്ചാറ്, ചമ്മന്തി, മാങ്ങ അച്ചാറ് കേട്ടോ. എൻ്റെ അമ്മോ, ഓടിക്ക് ഫേമസ് സാധനമാണല്ലേ. രാവിലെ ഇതിനൊക്കെ ഒന്ന് ടയർഡൊക്കെ ആയിട്ട് എനിക്ക് കുടിക്കാൻ പറ്റുന്ന സുഖം അറിയുമോ? അപ്പം കഴിച്ച് തീരട്ടെ. വീടെത്തിയിട്ടുണ്ട്, എല്ലാം ഊരി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത്. മുടിച്ച ചൂടാണ് കേട്ടോ. ഈ ചൂടത്ത് ഇതേപോലെ വണ്ടി ഓടിക്കുമ്പോഴാണ് പ്രശ്നം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു വീഡിയോ. കുഞ്ഞൊരു വീഡിയോ ആണോ വലിയൊരു വീഡിയോ ആണോ എന്ന് എഡിറ്റ് ചെയ്യാൻ അറിയത്തുള്ളൂ കേട്ടോ. ചുമ്മാ വ്ളോഗ് സംസാരമൊന്നും അധികമില്ല. ഫുൾ വണ്ടിയുടെ
ചാട്ടവും സണിയുടെ സൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഗൈസ് ഇത്രയുള്ള വീഡിയോ, മറ്റൊരു കിട്ടിയ വീഡിയോ ആയിട്ട് വരാം ഗൈസ്.